മലയാളികൾ എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഇറാൻ തൊട്ടടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ US ബേസിനെ തകർത്തടിയിക്കുകയാണ്. നാളൊരിക്കൽ അത് ഉപയോഗിച്ച് അവരൊരിക്കലും നമ്മളെ തിരിച്ചടിക്കരുത് എന്ന ഒരു ഉറപ്പിന് വേണ്ടിയാണ് ഇറാൻ ഇത് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. കാരണം ഗൾഫ് കൺട്രികളിൽ നമുക്കറിയാം ഇത്തരത്തിൽ ഒരുപാട് ഇന്ത്യക്കാർ പെട്ടുകിടപ്പുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് നോക്കുന്നതെന്നും ഇപ്പോൾ സ്വാസികയെക്കുറിച്ച് പ്രേമ പറയുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. എല്ലാ പ്രേമന സ്വാസികയെ കണ്ടതും കെട്ടിപ്പിടിക്കാൻ തോന്നി, ഇപ്പോഴാണ് ആശ്വാസമായത് എന്ന് പറയുന്നുണ്ട്. ആശങ്കകൾക്കൊടുവിൽ നാട്ടിലെത്തിയിരിക്കുകയാണ് നടി. ഇപ്പോൾ ഫൈനലി ഞാൻ കൊച്ചിയിലെത്തി എന്നായിരുന്നു നടി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. സുരക്ഷിതയായി ഭാര്യ തിരികെ എത്തിയ ആശ്വാസം പ്രേമം പങ്കുവച്ചിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾക്കൊടുവിൽ ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങാൻ പോവുകയാണ് എന്നാണ് പ്രേമ പറഞ്ഞത്. ഇരുവരുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചത്. ഇരുവരും തമ്മിൽ എത്ര ബുദ്ധിമുട്ടിലായിരുന്നു ഇപ്പോഴെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും അറിയാത്ത ഞങ്ങൾ പോലും ഇത്രയും അധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ പ്രേം എന്തുമാത്രം വിഷമിച്ചിരുന്നുവെന്ന് ഊഹിക്കാം. പതിവുള്ളൊരു കാര്യമേ അല്ല, അതുകൊണ്ട് ഒക്കെ ആയിരുന്നു. പക്ഷെ ചെറിയൊരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ ഡെയിലി ഇങ്ങനെ സൗണ്ട് കേൾക്കുമായിരുന്നു. ആളുകൾ പതിവ് പോലെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നടക്കുന്നു. രാത്രിയിൽ ഇങ്ങനെ സൗണ്ടുകളൊക്കെ കേൾക്കാം. ഞാൻ ഒരു ദിവസം മാത്രമേ ഡ്രോണുകളൊക്കെ പോകുന്നത് കണ്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ശബ്ദം കേട്ടിരുന്നു. അവിടെ താമസിക്കുന്നവരൊക്കെ അവിടെ ഗവൺമെൻറ് അത്രയും ട്രസ്റ്റ് വെച്ചാണ് നിൽക്കുന്നത്. ആ ഗവൺമെൻറ്റിൽ അവർ അത്രയും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര പാനിക്കല്ല അവർ. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് അത്രയും ട്രസ്റ്റ് വെച്ച് നോക്കുന്നു എന്ന് പറയുന്നു. നമ്മളിങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ളൊരിതുണ്ടല്ലോ. ഫ്ലൈറ്റ് എന്നാണെന്നിൽ അതിൽ ആശയക്കുഴപ്പമായിരുന്നല്ലോ. സ്വാസിക പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു അബുദാബിയിലേക്ക് പോയത്. അതാണ് എല്ലാവരും ടെൻഷനും. ഭക്ഷണത്തിനും താമസത്തിനും ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വന്നില്ല. എല്ലാവരും നന്നായി പിന്തുണച്ചു. നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിൽ അതിയായ സന്തോഷം എന്നാണ് പ്രേമ പറഞ്ഞത്. സ്വാസികയെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പ്രേമ പോയിരുന്നു. കണ്ടപാടെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ഇരുവരും. അത്രയും ദിവസം അടക്കി വെച്ചിരുന്ന സങ്കടമെല്ലാം അപ്പോൾ ഉണ്ടായിരുന്നു മുഖത്ത്. ആളുകൾ നോക്കി നിൽക്കെ രണ്ടുപേരും അത് പ്രകടിപ്പിച്ചില്ല. പക്ഷെ കെട്ടിപ്പിടിച്ചതിലൂടെ തന്നെ ആ സങ്കടം എല്ലാം ഉണ്ടായിരുന്നു. പ്രേക്ഷകർക്കും അത് മനസ്സിലായി. പ്രേക്ഷകരും അത് പറയുന്നുണ്ട്. അവരുടെ സ്നേഹം അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്. വീട്ടിലെത്തി ഈ പോസ്റ്റ് പങ്കുവച്ചപ്പോഴാണ് കൂടുതൽ സമാധാനമായത്. സ്വാസിക എത്തിയല്ലോ എന്നതാണ് ഞങ്ങൾക്കും ഒരു സന്തോഷം. തിരിച്ച് എല്ലാവരും അവരവരുടെ വീടുകളിൽ സുരക്ഷിതമായി ഇരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വേണ്ടത്. ഇങ്ങനെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് എന്ന് ഓർത്ത് മറ്റുള്ളവരൊക്കെ തന്നെ വേവലാതിപ്പെടില്ലേ. ഇപ്പോൾ സ്വാസിക വീടെത്തി എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. സുരക്ഷിതയായി ഇരിക്കുന്നു എന്നറിയുന്നതിൽ ഇരട്ടി സന്തോഷമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.